ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്വിക്ക് പാർട്ടി വ്ളോഗുമായിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടി എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് റോളാണ്. അതിനായിട്ട് മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ട് ബീഫ് കുക്കറിലിട്ട് അടിച്ച് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ലിങ് റെഡി ആയല്ലോ. ഇനി നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കണം. അതിനായിട്ട് മൈദമാവ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ ചുട്ടെടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഫില്ലിങ്ങും വെച്ചിട്ട് ഇതേപോലെ റോളാക്കി എടുത്തതാ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പം അതിനായിട്ട് ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് മിക്സ് ചെയ്യാനാണ്. അപ്പം ആദ്യം നമ്മൾ ഇങ്ങനത്തെ റോളിനെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു റോള് നമുക്ക് എന്തിൽ വേണമെങ്കിലും ഏത് മീറ്റ് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം, ബീഫ് വെച്ചിട്ടുണ്ടാക്കാം, മട്ടൺ വെച്ചിട്ടുണ്ടാക്കാം. എന്തായാലും ബോൺലെസ് ആയിട്ടുള്ള മീറ്റ് വേണമെന്നേ ഉള്ളൂ. അപ്പം മക്കൾക്കൊക്കെ സ്കൂളിൽ വേണമെങ്കിൽ സ്നാക്കായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ കാര്യവും കഴിയും. പിന്നെ ഹെവിയുമാണ്, ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് ഫുള്ളാവാനായിട്ട്. 10 മിനിറ്റ്സ് ഫ്രീസറിൽ വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്തതായിട്ട് മട്ടൻ മുഗലായി ഉണ്ടാക്കണം. അതിനായിട്ട് 2.5 കിലോ മട്ടൻ കഴുകി നല്ല വൃത്തിയാക്കി ഊറ്റാനും വെച്ചിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞ് തക്കാളി ഇട്ട് വഴറ്റി എടുക്കണം. ആ ഉള്ളിയും തക്കാളിയും വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് മട്ടന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മട്ടനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക്, യോഗേർട്ട് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത്, ഒരു കാര്യം മറന്നുപോയി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട് കേട്ടോ. അതും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഉള്ളി വഴറ്റിയില്ലേ, അതിലേക്ക് മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത് എല്ലാം കൂടി കുറച്ചായിട്ട് ഇടണം കേട്ടോ. നമ്മൾ നേരത്തെ മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ വെച്ചില്ലേ, ആ മട്ടൺ ഇതിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ടൊരു പേസ്റ്റ് തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് യോഗേർട്ടിൽ കുറച്ച് പാഴ്സലി ലീവ്സും മല്ലിയിലയും നമുക്ക് കാഷ്യൂ ആണ് ഇടുന്നത്. കാഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ബദാമാണ് ചേർക്കുന്നത്. ബദാമും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ പേസ്റ്റ് അതിലോട്ട് ഒഴിക്കണം. ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇടുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് കുറച്ച് കുരുമുളകും മല്ലിയിലയും ഒരു 2 നമ്മളെ എരിവിനനുസരിച്ച് മുളക് നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ എരിവല്ലേ, അപ്പം ഇങ്ങനത്തെ കറിക്കെല്ലാം നല്ല എരി ഉണ്ടാവും. അപ്പം ഞാൻ മുളകും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മട്ടൻ മുഗലായി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് ബീഫ് കബാബാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ബീഫ് മിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാളയും തക്കാളിയും പാഴ്സലി ലീവ്സും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ആവശ്യത്തിന് ചേർക്കണം. അപ്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാലയും ചേർത്ത് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ.
കുറച്ചൊന്ന് വെച്ചതിന് ശേഷം സ്ക്യൂർ എടുത്ത് ഇതേപോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു 10 മിനിറ്റ്സ് ഒന്ന് ഫ്രീസറിൽ കീപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാൻ ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത് ഒരിക്കലും. ഒന്നീ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, ഇതിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്യൂർ നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കണം കേട്ടോ. എന്നാലേ ആ സ്ക്യൂറിലൊന്നും നമുക്ക് ഈ മീറ്റ് പിടിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. ഒരു അടിപൊളി ജ്യൂസാണ്. അതിനായിട്ട് ക്യാരറ്റ് നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ കൂടെ കുറച്ച് ചവ്വരിയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടി കുക്കറിൽ ഫിസിൽ വേവിച്ചത് ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചവ്വരി മാറ്റിയിട്ട് ക്യാരറ്റും കുറച്ച് കണ്ടൻസ് മിൽക്കും ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് പാലും ഒഴിച്ച് ഈ ചവ്വരിയും കുറച്ച് ചിയാ സീഡും ഒഴിച്ച് എടുക്കുന്നതാണ് ഈ ജ്യൂസ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നമ്മളെപ്പോഴും കുടിക്കുന്ന ജ്യൂസിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി രുചിയാണ്. ക്യാരറ്റിൻ്റെ ഒരു ക്യാരറ്റ് ജ്യൂസാണെന്ന് പറയത്തുമില്ല. ക്യാരറ്റിൻ്റെ ഒരു ചെവയോ അങ്ങനെയൊന്നും നമുക്ക് കുടിക്കുമ്പോൾ തോന്നില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി കളറുമാണ് കേട്ടോ. ലാസ്റ്റായിട്ട് കുറച്ച് കാർഡമം പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. ദേ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഉറട്ടി ഉണ്ടാക്കണം. അപ്പം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ജീരകവും ഇട്ടിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് തേങ്ങയും ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അത് നല്ല തിളച്ചതിന് ശേഷം മാത്രമേ മാവ് ഇടാറുള്ളൂ. അപ്പം മാവിടുന്നുണ്ട്. തിളച്ച് വന്നപ്പോഴത്തേക്ക് മാവിടുന്നുണ്ട് കേട്ടോ. സാധാ അരിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അതിനെ കിണ്ടിയെടുക്കണം. അപ്പം നല്ല കിണ്ടിയെടുക്കുമ്പോഴാണ് നല്ല പരുവ കിട്ടുന്നത് കേട്ടോ. ആ കുഴയ്ക്കുന്നതിലും ഒക്കെയാണ് ഇതിൻ്റെ ഈ ഉറട്ടിയുടെ പരുവ ഇരിക്കുന്നത്. ഇതുപോലെ കിണ്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉറട്ടി ഉണ്ടാക്കാൻ ആർക്കും അറിഞ്ഞൂടാത്തത്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത് കേട്ടോ. അപ്പോൾ ഈ മാവൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ കൈക്ക് കുഴച്ച് നല്ലതുപോലെ പരുവത്തിനെടുത്തതിന് ശേഷം ഉറട്ടി പ്രസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പം എല്ലാം ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. അപ്പം എൻ്റെ ഉറട്ടികളെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറട്ടിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് പഞ്ചസാര നല്ലതുപോലെ കാരമൈസ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ ഇങ്ങനെ ബ്രെഡ് നമ്മൾ സ്ക്വയർ സൈസിൽ കട്ട് ചെയ്ത് ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇതേപോലെ കട്ട് ചെയ്തിടണം കേട്ടോ. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ചുറ്റിച്ചൊഴിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ചുറ്റിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ആ സ്പൂണ് വെച്ച് ജസ്റ്റ് ഒന്ന് താക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് താക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മീതെ കറക്കി നല്ല ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഒരു സ്പൂണും ഉണ്ട്. അത് നല്ലതായിട്ട് ഒന്ന് എല്ലാ സ്ഥലത്തും ആക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ബദാം പൊടി ഇടുന്നുണ്ട് കേട്ടോ. ബദാം പൊടിച്ചതാണ്. ഏത് നട്ട്സ് ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ബദാം പൊടിയാണ് ഇടുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഏതിട്ടാലും. അതിനുശേഷം നമ്മൾ നേരത്തെ ഷുഗർ കാരമലൈസ് ചെയ്തില്ലേ, ആ സിറപ്പ് ഇതിലോട്ട്
ഇതേപോലെ ചുറ്റിച്ച് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒഴിക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ഇതിൽ ചെയ്യാം. ഞാനിപ്പം ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണ് ഇടുന്നത്. ഇതും കൂടി ഇട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ഫൈനൽ പുഡിങ്ങിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ബീഫ് ഫ്രൈ ചെയ്യണം. അപ്പം അതിനായിട്ട് ബീഫ് ഐസൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടുന്നുണ്ട്. ഇതൊരു 3 കിലോ ഉണ്ട് കേട്ടോ. അപ്പം കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് ബീഫ് വെള്ളത്തിലോട്ട് ഇടുകയാണ് കേട്ടോ. ഐസൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ ഇറച്ചിയൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന് മസാലകളൊക്കെ ഇടണം. ആദ്യം തന്നെ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. ഞാനിതിന് ഇറച്ചിക്കും മീനും എല്ലാം ഞാൻ ഈ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഗരം മസാല, ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം മാക്സിമം 1/2 hour മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫിനെ കുക്കറിലിട്ട് നല്ലതുപോലെ വേവിക്കണം കേട്ടോ. ബീഫല്ലേ, അപ്പം ഒരു 7 വിസിലൊന്ന് കേൾക്കണം. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് ആ ബീഫ് ഒന്ന് ഫ്രൈ എടുക്കണം കേട്ടോ. ബീഫ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയും ഒഴിച്ച് ഉള്ളിയും തക്കാളിയും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഈ ഉള്ളി തക്കാളി എല്ലാം നല്ലതുപോലെ വഴന്നു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് ഓരോരുത്തർക്കും ഓരോ എരിവല്ലേ, അപ്പം ആ എരിവിനനുസരിച്ച് മുളക് ഇടുന്നുണ്ട്. അപ്പം ഞാനൊരു 2 മുളക് ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പാഴ്സൽ ജ്യൂസും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കുറച്ച് കരിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഇളക്കി ആ ബീഫ് അതിൽ തട്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയും ഒഴിച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഈ ബീഫിലോട്ട് ഇളക്കി എടുക്കണം. സൂപ്പർ രുചിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ. അടുത്തതായിട്ട് പെട്ടെന്നൊക്കെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സോ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും കൊടുത്തു വിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് പൊറോട്ട കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പം ഞാനൊരു 3 മുട്ട പൊട്ടിച്ച് പാനിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ മുട്ടയൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. മുട്ട ചിക്കി എടുത്തതിന് ശേഷം നമ്മുടെ പൊറോട്ട നല്ലതുപോലെ കുറച്ച് പീസായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് കുരുമുളകും ഇട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനെ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ ഇട്ടിട്ടില്ല. കുറച്ച് കെച്ചപ്പും ഒക്കെ ആഡ് ചെയ്യാം. ഇത് എങ്ങനെ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഞാൻ വെറും മുട്ടയും കുരുമുളകും പൊറോട്ടയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ രുചിയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മക്കൾക്ക് എന്നും അപ്പവും ദോശയും ഇടിയപ്പവും ഒക്കെ കൊടുത്തിടുമ്പോഴത്തേക്ക് അവർക്ക് ഒരു മടുപ്പ് തോന്നും. അപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും പൊറോട്ട ഇഷ്ടമാണല്ലോ. അപ്പം ഇങ്ങനെ ചെയ്താലും അപ്പം എഗ്ഗും കൂടി ഒന്ന് അകത്തോട്ട് പോകുമല്ലോ. അപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഗീയും ഇടുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറും യൂസ് ചെയ്യാനും.
അപ്പോൾ നമ്മൾ ഇഫ്താറല്ലേ, അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് വെക്കണം. പ്ലേറ്റുകളിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തത്തില്ല. അപ്പം എൻ്റെ മോൾക്ക് തോന്നിയൊരു ഐഡിയ ഉണ്ട്. സ്ക്യൂവറിൽ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ഡേറ്റ്സുമായിട്ട് ചെയ്ത് വെക്കുമ്പം ഓരോരുത്തർക്കും ഓരോ സ്ക്യൂവർ അങ്ങ് കയ്യിൽ കൊടുത്താൽ മതിയല്ലോ. അതൊരു നല്ല ഐഡിയ ആയിരുന്നു. എന്തായാലും അത് സക്സസ് ആയി. അടുത്തായിട്ട് നമ്മൾ അപ്പം ചുടുന്നുണ്ട്. അപ്പം എല്ലാം റെഡിയായി. അങ്ങനെ മാഷാ അല്ലാ എല്ലാം നമ്മൾ ഇഫ്താറിനെല്ലാം ഒരുക്കി കഴിഞ്ഞു. ബാങ്ക് കേട്ട് എല്ലാവരും നോമ്പ് മുറിച്ച് മാഷാ അല്ലാ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ചെറിയൊരു ഇഫ്താർ പാർട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും കൂടെ സംസാരിച്ച് ഇരുന്ന് മക്കൾ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഇഫ്താറിന് ഇങ്ങനെ ബന്ധുക്കളെല്ലാവരും കൂടിയിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും നൽകുന്നതാണല്ലേ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബാൽക്കണിയിൽ ഇലക്ട്രിക് സ്കൂട്ടർ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ നാത്തൂനും ഹസ്ബൻഡും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ടോ. അപ്പം ഇതിൽ ഞാൻ ആ വീഡിയോയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ.